വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് വാർഷിക പരീക്ഷ 2024-25 സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് പ്രവർത്തനം 1, ഭൂപടം പരിശോധിച്ച് സൂചനകളിൽ നിന്നും ജില്ലകളെ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ആദ്യത്തെ സൂചന തന്നിരിക്കുന്നത് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് വയനാട് തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? കണ്ണൂര്, കാസർഗോഡ്. ഏതൊക്കെയാണ്? കാസർഗോഡും കണ്ണൂരും. കാസർഗോഡ്, കണ്ണൂർ എന്ന് എഴുതുക. രണ്ടാമത്തത് ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ. ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കാസർഗോഡും പിന്നെന്താണ്? തിരുവനന്തപുരം, തിരുവനന്തപുരം. ഇനി ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട. പിന്നെ ഏതൊക്കെയാണ്? കോട്ടയം, ആലപ്പുഴ. അങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ മക്കളെ. അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷതകൾ ഒന്ന്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള നമ്മുടെ പ്ലാനറ്റ്സിൽ നിന്നും എന്ത് ചെയ്യുന്നത്? ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷതകളിൽ ഒന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിന്റെ ഫീച്ചേഴ്സ് എഴുതുക. എന്താണ്? ഭൂമിയെ കവർ ചെയ്തിരിക്കുന്ന ഒരു പൊതുവെ ഒരു ബ്ലാങ്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ? ബ്ലാങ്കറ്റ്, എർത്തിന്റെ ബ്ലാങ്കറ്റ് എന്തെന്നറിയപ്പെടുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം അറിയപ്പെടുന്നത് അല്ലേ? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു വാതക പുതപ്പാണ് എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്? പൊടിപടലങ്ങൾ കാണപ്പെടുന്നു അല്ലേ? സ്മോൾ പാർട്ടിക്കിൾസ് കാണുന്നു അല്ലേ? പൊടിപടലങ്ങൾ കാണപ്പെടുന്നു. പിന്നെന്താണ്? അറ്റ്മോസ്ഫറിക് ഗ്യാസസ് വാതകങ്ങൾ കാണപ്പെടുന്നു. അറ്റ്മോസ്ഫറിക് ഗ്യാസസ് കാണപ്പെടുന്നു അല്ലേ? വാതകങ്ങൾ കാണപ്പെടുന്നു. അപ്പം എന്താണ്? ബ്ലാങ്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ എന്തുണ്ട്? സ്മോൾ പാർട്ടിക്കിൾസ്, കുറെ പൊടിപടലങ്ങളൊക്കെ എന്താണ്? കാണപ്പെടുന്നു. പിന്നെ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ. പിന്നെ അറ്റ്മോസ്ഫറിക് ഗ്യാസസ് വാതകങ്ങൾ കാണപ്പെടുന്നു. പിന്നെന്താണ്? ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിക്കാനുള്ളതുണ്ട് അല്ലേ? കോൾഡും ടെമ്പറേച്ചറിനെയും എന്താണ് ക്രമീകരിക്കാനുള്ള, ഹോട്ടിനെയും ക്രമീകരിക്കാൻ കഴിയുന്നു. പിന്നെ മെയിൻ ഒരു സംഭവം എന്താണ്? വാട്ടർ കണ്ടന്റ് ഉണ്ട്. എന്താണ്? വാട്ടർ കണ്ടന്റ്, ജലാംശം കാണപ്പെടുന്നു. പിന്നെ ഉള്ളതാണ് ലൈഫ്, ജീവനുണ്ട് അല്ലേ? ജീവൻ നിലനിൽക്കുന്നു അല്ലേ? അപ്പോൾ വാട്ടർ കണ്ടന്റ് ഉണ്ട്. പിന്നെന്താണ്? അറ്റ്മോസ്ഫറിക് ഗ്യാസസ് ഉണ്ട്. പിന്നെ ബ്ലാങ്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ബഹിരാകാശത്ത് നിന്ന് എടുക്കുന്ന ചിത്രങ്ങളിൽ ഭൂമി നീല നിറമായി തോന്നാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും എന്താണ്? ജലമായതിനാലാണ് എന്താണ് ഭൂമി നീല നിറമായിട്ട് കാണുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും ജലമായതിനാൽ. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. കൂടുതൽ ഉള്ളത് എന്താണ്? മോസ്റ്റ് ഓഫ് ദി വാട്ടും എന്തുതന്നെയാണ്? വാട്ടർ ആണ്. ഇനി പ്രവർത്തനം 3, നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ അവയ്ക്ക് പരിഹാരം കാണാൻ നാം സമീപിക്കുന്ന രണ്ട് സംവിധാനങ്ങളുടെ പേരെഴുതുക. 2 സംവിധാനങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒന്ന് നമ്മൾ മെയിനായിട്ട് ആരെ കാണാം? പോലീസ് അല്ലേ? പോലീസിനെ കാണാറുണ്ട്. പോലീസ് സംവിധാനമുണ്ട്. പിന്നെന്താണ്? പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജാഗ്രത സമിതികൾ, അതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഹാരം കാണുന്നത്. ബി, രണ്ടാമത് നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന കോടതികളുടെ ശ്രേണീഘടന ശരിയായ രീതിയിൽ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി, ഏറ്റവും മുകളിലുള്ളത് സുപ്രീം കോടതിയാണ്. അതിന് തൊട്ട് താഴെയുള്ളത് ഏതാണ്? ഹൈക്കോർട്ട് അല്ലേ? ഹൈക്കോടതിയാണ് ഹൈക്കോർട്ട്. അതിന് തൊട്ട് താഴെ കാണുന്നത് എന്തായിരിക്കും? ഡിസ്ട്രിക്ട് കോർട്ട് അല്ലേ? ഡിസ്ട്രിക്ട് കോർട്ടാണ്. ഏറ്റവും താഴെയാണ് എന്താണുള്ളത്? മജിസ്ട്രേറ്റ് കോർട്ട് അല്ലേ? കീഴ്ക്കോടതികളുള്ളത്. അപ്പോൾ ഹൈക്കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതി, പിന്നെന്താണ്? ജില്ലാ കോടതി, പിന്നെന്താണ്? കീഴ്ക്കോടതികൾ, അതിന്റെ താഴെയുള്ള കോടതികൾ.
അപ്പോൾ ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട് ഇങ്ങനെ എഴുതേണ്ടതാണ് വേണ്ടത്. അടുത്തത് പ്രവർത്തനം 4. നോക്കൂ, ദുർബല വിഭാഗങ്ങൾക്ക് നൽകുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് ക്ഷേമ പെൻഷനുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കൾ ആരെന്നാണ് എഴുതേണ്ടത്. അപ്പൊ ക്ഷേമ പെൻഷൻ കിട്ടുന്നത് ആർക്കൊക്കെയാണ് കിട്ടാറ്? വിധവകൾക്ക് കിട്ടാറുണ്ട്. പിന്നെ സൈനികർക്ക്, സർക്കാർ ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, അവർക്ക് ക്ഷേമ പെൻഷൻ ഉണ്ടോ? ഇല്ല. ആർക്കാണുള്ളത്? വിധവകൾക്കുണ്ട് അല്ലേ? വിധവകൾക്കാണ് ശരിയായ ഉത്തരം. ഇനി ബി ക്വസ്റ്റ്യൻ, സൂചനകൾക്ക് അനുയോജ്യമായ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, അതായത് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്, അതിന്റെ പറയുന്നത് എന്താണ്? ലൈഫ് മിഷൻ. എന്താണ്? ലൈഫ് മിഷൻ. രണ്ടാമത്തെ എന്താണ്? മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്താനുള്ള പരിപാടി എന്താണ് അറിയപ്പെടുന്നത്? തീരമൈത്രി. തീരമൈത്രി എന്നാണ് അറിയുന്നത്. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? കൈവല്യ. എന്താണ്? കൈവല്യ. അടുത്തത്, ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ സ്കൂളുകളിലേക്കുള്ള യാത്രാ സൗകര്യം ഉറപ്പാക്കുന്ന പദ്ധതി വിദ്യാവാഹിനി. ഏതാണ്? വിദ്യാവാഹിനി. ഇനി പ്രവർത്തനം 5. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഓരോ ചിത്രത്തിൻ്റെയും നേർക്ക് ശരിയായ ആശയങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഹെൽമറ്റ് ധരിക്കുക, സൈക്കിൾ സവാരി പാടില്ല, കാൽനടയാത്ര പാടില്ല, ഹോൺ പാടില്ല. ഇത്രയും ആശയങ്ങൾ തന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഏതായിരിക്കും? ഫസ്റ്റ് വൺ, എ എന്താണ്? സൈക്കിൾ സവാരി പാടില്ല. ഇവിടെ സൈക്കിൾ സവാരി പാടില്ല, അതാണ് വേണ്ടത്. രണ്ടാമത്തെ ഏതായിരിക്കും? ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് കാൽനടയാത്ര പാടില്ല. ഇതാണ് ബി. കാൽനടയാത്ര പാടില്ല. അടുത്തത് എന്താണ്? മൂന്നാമത്തേത് ഹോൺ പാടില്ല അല്ലേ? മൂന്നാമത്തെ സി ഇതാണ്, ഹോൺ പാടില്ല. ഡി എന്താണ്? ഡി എന്ന് പറയുന്നത് എന്താണ്? ഹെൽമറ്റ് ധരിക്കുക അല്ലേ? ഡി എന്ന് പറയുന്നത് ഹെൽമറ്റ് ധരിക്കുക. നെക്സ്റ്റ് ബി, കാൽനടയാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ യോജിക്കാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ യോജിക്കാത്തത് ഏതാണെന്ന് ചോദിച്ചു. കാൽനടയാത്രക്കാർ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. സീബ്ര ക്രോസിംഗിൽ കാൽനടയാത്രക്കാർക്കാണ് മുൻഗണന. ഫുട്പാത്തുള്ള സ്ഥലങ്ങളിൽ കാൽനടയാത്രക്കാർ ഫുട്പാത്തിലൂടെ സഞ്ചരിക്കണം. കാൽനടയാത്രക്കാർക്ക് റോഡിന്റെ ഏത് വശങ്ങളുടെയും സഞ്ചരിക്കാവുന്നതാണ്. ഏതാണ് തെറ്റായ, യോജിക്കാത്ത പ്രസ്താവന? തെറ്റായതാണ് എഴുതേണ്ടത്. ഏതാണ്? കാൽനടയാത്രക്കാർക്ക് റോഡിന്റെ ഏത് വശങ്ങളിലൂടെയും സഞ്ചരിക്കാവുന്നതാണ്. ആ പ്രസ്താവന തെറ്റാണ്. ഏത് വശങ്ങളിലൂടെയും സഞ്ചരിക്കാൻ പാടില്ല. ഇനി പ്രവർത്തനം 6. കാലാവസ്ഥ വ്യതിയാനം മൂലം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നു അല്ലേ? അപ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതം കാണിക്കുന്ന ആശയപടം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കാലം തെറ്റിയ മഴ അതിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? നമ്മുടെ എന്താണ്? ആഗോള താപനില ഉയരുന്നു അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നു. ആഗോള താപനില ഉയരുന്നു. നമ്മുടെ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലേ? പിന്നെന്താണ്? സമുദ്ര ജലനിരപ്പ് ഉയരുന്നു. പിന്നെന്താണുള്ളത്? പിന്നെ എന്താണ്? സുനാമി. പിന്നെന്താണ്? വരൾച്ച. അപ്പോൾ ഇതൊക്കെ കാരണമാണ് എന്തുണ്ടാവുന്നത്? കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇനി ബി, മരുഭൂമിയിൽ കാണപ്പെടുന്ന ജീവി ഏത്? സീൽ, ഒട്ടകം, കരിങ്കുരങ്ങ്, മൂർഖൻ പാമ്പ്. ഏതാണ്? ഒട്ടകം. പ്രവർത്തനം 7. പീലിയും കൂട്ടുകാരും കണ്ട ഗ്രാമക്കാഴ്ച ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ നാടിന്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നിങ്ങളുടെ നാടിന്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി അവിടുത്തെ ഭക്ഷണ രീതികൾ, ഭൂപ്രകൃതി, ആഘോഷങ്ങൾ എന്തൊക്കെയാണ്, കൃഷി രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പീലിയുടെ ഗ്രാമത്തിൽ ഉഴുതു മറിച്ച വയലിൽ നടത്തുന്ന
മത്സരത്തിന്റെ പേരെന്ത്? മത്സരത്തിന്റെ പേരെന്ത്? പീലിയുടെ ഗ്രാമത്തിൽ ഉഴുതു മറിച്ച വയലിൽ നടത്തുന്ന മത്സരത്തിന്റെ പേരെന്ത്? എന്താണ്? കാളപ്പൂട്ടു മത്സരം. എന്താണ്? കാളപ്പൂട്ടു മത്സരം. ഇതാണ് ഉത്തരം. അപ്പോൾ മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ഇത്രയൊക്കെയാണ്. അപ്പോൾ മക്കൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ദെൻ സീ യു അഗൈൻ. താങ്ക് യു.